ഹായ് എവരിവൺ. നെറ്റ് പരീക്ഷയ്ക്കായിട്ട് ഇനി ഒരു പ്ലാനിങ് എങ്ങനെ വേണമെന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ചിന്തിച്ചാൽ അറിയാം, നമ്മൾ മാർച്ച്, ഏപ്രിൽ, മെയ് എന്നിങ്ങനെ 3 മാസം മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയുള്ളത്. കാര്യം ജൂൺ മാസത്തിൽ പരീക്ഷ വരും എന്ന് കരുതിയാൽ, അല്ലെങ്കിൽ ജൂലൈയുടെ തുടക്കത്തിലാണെങ്കിലും ഒടുവിലത്തെ മന്ത് റിസൾട്ട് നിങ്ങൾക്ക് നന്നായി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, JRFലേക്കും നെറ്റിലേക്കും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിവിഷന് മാറ്റി വെക്കണം. പരീക്ഷ എഴുതിയ 100 കണക്കിന് വിദ്യാർത്ഥികളുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചതിൽ നിന്ന് എപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമാണ് റിവിഷന്റെ ഇമ്പോർട്ടൻസും ലാസ്റ്റ് മിനിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റ് പോലത്തെ ഒരു പരീക്ഷയ്ക്ക് ഹെൽപ്ഫുൾ അല്ല എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷയോട് അടുക്കുമ്പോൾ പഠിച്ചത് റിവിഷന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ അല്ലാതെ കിട്ടുന്ന 3 മാസങ്ങൾ ഇനി മാർച്ച്, ഏപ്രിൽ, മെയ് ആണ്. ഒരു 90 ഡേയ്സ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ജൂണിലെ ഒരു 10 ദിവസം കൂടി പഠിക്കാൻ എടുക്കുന്നു എന്ന് കൂട്ടിയാൽ പോലും ഓരോ യൂണിറ്റിനും 10 ഡേയ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഈ 10 ഡേയ്സ് ഒരു യൂണിറ്റ് പഠിക്കണം എന്ന് പറയുമ്പോൾ അതിൽ പേപ്പർ 1ന്റെയും ഒരു യൂണിറ്റ് പഠിക്കണം, പേപ്പർ 2ന്റെയും ഒരു യൂണിറ്റ് പഠിക്കണം. എപ്പോഴും കുട്ടികളുടെ അടുത്ത് I+ന്റെ ടീം സജസ്റ്റ് ചെയ്യാറുള്ളത് പേപ്പർ 1ഉം 2ഉം മിക്സ്ഡ് ആയിട്ട് പഠിക്കണമെന്ന്. അതിന്റെ ഒരു റേഷ്യോ 1:2 ആയിരിക്കണം. ഒരു 1 hour പേപ്പർ 1 നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 2 hours എങ്കിലും പേപ്പർ 2 പ്രിപ്പയർ ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കാര്യം മാർക്കിന്റെ വെയിറ്റേജും അങ്ങനെയാണല്ലോ. 50 ചോദ്യങ്ങൾ 100 മാർക്ക് പേപ്പർ 1നും, 100 ചോദ്യങ്ങൾ 200 മാർക്ക് പേപ്പർ 2നുമാണ് വരുന്നത്. അപ്പോൾ ഇനിയും ഏത് ഓർഡറിൽ ഈ 10 യൂണിറ്റുകൾ പഠിക്കണമെന്നാണ്. എപ്പോഴും 1ാം യൂണിറ്റിൽ നിന്ന് പഠിച്ചു തുടങ്ങണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ വീക്ക് ഏരിയകൾ ഐഡന്റിഫൈ ചെയ്യാം. നമ്മുടെ JRF ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറെ അധികം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. പെയ്ഡ് ആണെങ്കിൽ പോലും 1000 രൂപയിൽ താഴെ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് 10,000-ലധികം ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ കിട്ടും. അതിലൊരു ടെസ്റ്റ് എടുത്തിട്ട് എക്സ്പ്ലനേഷൻ ഒക്കെ നോക്കി ഒരു അസസ്മെന്റ് നടത്തുക. JRF ടെസ്റ്റ് സീരീസിലേക്കുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ നൽകാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ടെസ്റ്റ് എടുത്തിട്ട് സ്കോർ നോക്കുക. നിങ്ങളുടെ വീക്ക് ഏരിയകൾ ഏതൊക്കെ യൂണിറ്റിൽ എത്രയൊക്കെയാണ് നോക്കുക. വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. നമ്മുടെ കോഴ്സ് എടുക്കുന്ന കുട്ടികളുടെ അടുത്ത് ചെയ്യാൻ പറയുന്ന ഒരു കാര്യം. യൂണിറ്റ് 1, 2, 3, 4, 5 എന്നിങ്ങനെ എഴുതുക. എന്നിട്ട് ടാലി മാർക്ക്, ശരിയായ ചോദ്യങ്ങൾ, തെറ്റായ ചോദ്യങ്ങൾ, സിലബസും ചോദ്യവും കമ്പയർ ചെയ്ത് നോക്കാം. 1ാം യൂണിറ്റിൽ എനിക്ക് 3 ചോദ്യം ശരിയായി, 2 എണ്ണം തെറ്റി. 2ാം യൂണിറ്റ് 2 ചോദ്യം ശരിയായി, 3 എണ്ണം തെറ്റി. 3rd യൂണിറ്റ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എനിക്ക് 5 ചോദ്യവും ശരിയായി, ഒന്നും തെറ്റിയില്ല. 4ാം യൂണിറ്റിൽ എനിക്ക് 1 ചോദ്യം ശരിയായുള്ളൂ, 4 ചോദ്യം തെറ്റി. 5ാം യൂണിറ്റിലും 1 ചോദ്യം ശരിയായുള്ളൂ, 4 ചോദ്യങ്ങൾ തെറ്റി. ഈ രീതിയിൽ 10 യൂണിറ്റും പേപ്പർ 1ഉം പേപ്പർ 2ന്റെയും ഒരു അസസ്മെന്റ് നടത്തുക എന്നുള്ളതാണ് ആദ്യ പാർട്ട്. ഇതില് നിങ്ങൾക്ക് വീക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കൂടുതൽ തെറ്റ് വന്ന യൂണിറ്റുകൾ ഏതാണോ, ഇവിടെ നോക്കിയേ, കൂടുതൽ എറർ വന്ന യൂണിറ്റുകൾ ഏതൊക്കെയാ? 4ഉം 5ഉം ആണ്. അപ്പോൾ ആ യൂണിറ്റുകൾ ആദ്യം പഠിക്കുക, അതിന് പ്രയോറിറ്റി കൊടുക്കുക. അതിനൊരു കോച്ചിങ് ആവശ്യമാണെങ്കിൽ I+നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് 1000-കണക്കിന് നെറ്റ് വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് പേജുകളും അതിലെ വിദ്യാർത്ഥികളുടെ ടെസ്റ്റിമോണിയലുകളും ഇന്റർവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ കാണാം. അപ്പോൾ JRF ആണെങ്കിലും 100 കണക്കിന് വിദ്യാർത്ഥികളാണ്. നമ്മുടെ ഓരോ സൈക്കിളിലും 10-50 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് 1/4 കോടി രൂപയോളം സ്കോളർഷിപ്പ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയോട് കൂടി നെറ്റ് പരീക്ഷയിൽ JRF നേടി പാസ്സാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ജേർണി ആവശ്യമാണെങ്കിൽ I+നോടൊപ്പം ചേർന്നാൽ നിങ്ങളുടെ വീക്ക് ഏരിയകൾ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഏത് ഓപ്ഷൻ ആവട്ടെ, സെൽഫ് സ്റ്റഡി ആണെങ്കിലും I+നോടൊപ്പം ആണെങ്കിലും വീക്ക് ഏരിയകൾ ഐഡന്റിഫൈ ചെയ്ത് ആദ്യത്തെ ആ 10 ഡേയ്സ് സൈക്കിളിൽ പേപ്പർ 1ന്റെയും 2ന്റെയും 2 യൂണിറ്റുകൾ വീതം നമ്മൾ കവർ ചെയ്യണം. ആദ്യം ഡിഫിക്കൽട്ട് യൂണിറ്റുകൾ പഠിക്കുക, പിന്നീട് ഈസി യൂണിറ്റിലേക്ക് വരിക. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നമ്മുടെ മനസ്സിന്റെ ഭാരം ഒരുപാട് കുറയും. പിന്നെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ആവേശമൊക്കെ കൂടുതലായിരിക്കും, നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഫോക്കസ് ചെയ്യുക. ഈ ഒരു പ്ലാനിൽ പോയാൽ അടുത്ത 3 മാസം കൊണ്ട് നിങ്ങൾക്ക് 10 യൂണിറ്റും സാവകാശം കവർ ചെയ്യാനായിട്ട് പറ്റും. സമയം കുറയും തോറും നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. പഠിക്കാതെ ജയിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷ അല്ല നെറ്റ് പരീക്ഷ. പ്രോപ്പർ പ്രിപ്പറേഷനും പ്ലാനിങ്ങും ആവശ്യമാണ്. ആ രീതിയിൽ പഠിച്ച് മികച്ചൊരു വിജയം നേടാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.